എന്ത് രസാണ് പച്ചപ്പ കഴിക്കണേ ഇപ്പൊ മഞ്ഞപ്പ കഴിക്കണേ. മഞ്ഞപ്പ നെല്ല് കൊയ്യാനായിട്ട് കൊറേ അധികം ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. മല്ലികപ്പൂവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ കൊറേ കുടിലുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുടിലിടുന്ന അധികം സിനിമന്റെ ഷൂട്ടിങ് നടന്ന നമ്മളെ വരിക്കശ്ശേരി മലയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ പച്ചമൈൻ്റെ ട്രിപ്പിൽ നമ്മള് ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. അതാണ് നമ്മളെ മല. ഇന്നിപ്പോ ദീപാവലി അവധിയല്ലേ, നമ്മൾ അങ്ങോട്ടെങ്കിലും പോവാന്ന് മീന് പറഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. നേരെ വന്നത് ഒറ്റമായിട്ട് ട്രിപ്പ് നേരെ വരിക്കാശ്ശേരി മനയിലേക്കാട്ടോ. ഈ വരിക്കാശ്ശേരി മല ദേവാസുര സിനിമ കണ്ട അന്ന് തുടങ്ങിയാണ് വരിക്കാശ്ശേരി മല കാണണം എനിക്കൊരു ആഗ്രഹം കേട്ടോ. ഇപ്പോഴാണ് അത് കാണാൻ പറ്റിയത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് ഈ മല കാണാൻ വന്നത് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ മനയിലേക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുകയാണ്. 50 രൂപ എൻട്രി ഫീ വേണം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയ ബോർഡൊക്കെ ഉണ്ട്. മുകളിലേക്കുള്ള പ്രവേശനം എന്തോ കാരണം കൊണ്ട് നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പാടില്ല. വലിയ നെടുമുറ്റാണ് നമ്മൾ ആദ്യം തന്നെ കാണട്ടോ. ചുറ്റുഭാഗത്തും നല്ല മരത്തിൽ തീർത്ത തൂണുകളുണ്ട്. നെടുമുറ്റത്തിന്റെ ഈ സൈഡിലൂടെ ഞാൻ നടന്നു ചെന്നാൽ നേരെ കാണുന്ന ഒരു വലിയ വരാന്ത പോലത്തെ സ്ഥലമാട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും നല്ല വൈബാണ്. ഇവിടെ ഇരുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ. ഇങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഇവിടെ ഇരുന്ന് ഈ സ്ഥലം ഒരുപാട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ ഒരു ചുമരുകളിലൊക്കെ ഓരോ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇവരൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് കുറെ ആളുകൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ അടുക്കള ഇട്ടത് അടുക്കളയിൽ നിന്ന് കാണുന്ന ഒരു കിണറുണ്ട്. കിണറിന് 2 വഴിയുണ്ട്, 2 വാതിലുകളുണ്ട്. അങ്ങനെ മനക്കുള്ളിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ പൂമുഖത്തൊരു ചെയറുണ്ട് മരത്തിന്റെ. ആ ചെയറിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കാണുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം കാത്തുനിന്ന്. പിന്നെ അത് നടക്കില്ലെന്ന് തോന്നിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ ഭയങ്കര തിരക്കാണ്. ദീപാവലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. 300 വർഷത്തോളം പഴക്കമുള്ള കേരളത്തിലെ ഒരു വലിയ മനയായിട്ടത്. ഈ പൂമുഖം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളിലെ രംഗങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരും. ഇവിടെ നിന്ന് ഈ പൂമുഖം ഇങ്ങനെ കണ്ടാലേ എത്ര മലയാള സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച വരിക്കാശ്ശേരി മനാലത്. ഇതിന്റെ കുളക്കടവിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണത്. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളപ്പുര കാണാം. കുളപ്പുരയിലേക്കുള്ള വഴികളെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡോറ്. പിന്നെ കാണുന്നത് നമ്മൾ ഈ സൈഡിലൂടെ വന്ന് കുളം കാണാം കേട്ടോ. നല്ല ആഴമുള്ള വലിയൊരു കുളമാണ്. ഈ കുളത്തിനോട് ചേർന്ന് സൈഡിലായിട്ട് തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് അപ്പുറത്തെ ഭാഗത്തായിട്ട്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഈ മല കാണാൻ നല്ല തിരക്കാട്ടോ. വാഹനങ്ങളൊക്കെ അകത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. 2 വീലറൊക്കെ ഗേറ്റിന് പുറത്താണ്. ഞങ്ങൾ 2 വീലറിലായതുകൊണ്ട് ഞങ്ങളെ വണ്ടി പുറത്താണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പത്തായപ്പുര കേട്ടോ. ഈ പത്തായപ്പുരൻ്റെ അകത്ത് ഒരുപാട് ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള വിശാലമായ സൗകര്യമുണ്ട്. അങ്ങനെ പത്തായപ്പുര കൂടി ഒന്ന് കാണാൻ പോകണം. പത്തായപ്പുരക്കുള്ള ഗോണ് കയറി നമ്മൾ മേലെത്തും. മേലെ വലിയൊരു വരാന്ത, മുകളിലും താഴെ അതേപോലത്തെ വരാന്തയിൽ കേട്ടോ. മുകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആ വരാന്തയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആ വരാന്തയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വരിക്കാശ്ശേരി മലയുടെ അടിപൊളി ഒരു കാഴ്ച കാണാനുള്ള താഴത്തെ ആളുകളൊക്കെ നടന്നു പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറേ സെൽഫികളൊക്കെ എടുത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. 9 മണി മുതൽ 5:30 വരെ ഇവിടുത്തെ ടൈമിങ്. 50 രൂപ എൻട്രി ഫീ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ കൊല്ലങ്കോടിലേക്ക് പോകട്ടോ. കൊല്ലങ്കോടിലേക്ക് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. പച്ചപ്പില്ലെങ്കിലും നല്ല ഗോൾഡൻ കളറായി നിൽക്കുക കേട്ടോ. കൊയ്ത്തിനോട് അടുത്ത് നിൽക്കണം. ഇതാണ് കുടിലിടം. ഞങ്ങൾ കുടിലിടത്തിലേക്ക് എത്തിട്ടോ. കുടിലിടം നെല്ല് കൊയ്യാനായതാണ്. കുറേ അധികം ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ കുടിലുകളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുടിലിടുന്ന ഏർമാടൊക്കെ ഉണ്ട്. ഏർമാടം അതുപോലെ കുറെ ഫോട്ടോ. കൊല്ലങ്കോട് ഇപ്പൊ സീസൺ അല്ല കേട്ടോ. ഇപ്പൊ ഇവിടെ ഉഴുത് മറിച്ചിട്ട് വയലുകളും നെൽപ്പാടങ്ങളൊക്കെ കൊയ്യാനായതും കൊയ്തൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ. കുറച്ച് കഴിഞ്ഞ് കണ്ട 2 മാസം കഴിഞ്ഞ് വന്നാൽ അടിപൊളിയാവും. ഒരു നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച ആയിക്കോട്ടെ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ആയിട്ട് ആളുകൾക്ക് ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നെല്ലിയാമ്പതി മലനിരകളിൽ ചെറിയ വാട്ടർഫോൾസ് നിങ്ങൾ കാണാം. അതൊരു മനോഹരമായ കാഴ്ച കേട്ടോ. കൊല്ലങ്കോടിന്റെ വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഭംഗി അത് തന്നെയാണ്. പിന്നെ ഈ നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. ഇതൊന്ന് കാണിച്ചിരുതാ ഇവിടുത്തെ അവസ്ഥ. നെൽകൃഷി കഴിഞ്ഞിട്ട് ഊട്ടി ഇളക്കി വരച്ച സ്ഥലമാണ്. ഇപ്പുറത്ത് നെല്ല് കൊയ്യാനായി ഇറക്കിയാണ്. അത് അദ്ദേഹത്തിലുള്ള വിശാലമായ നമ്മളുടെ നെല്ലിയാമ്പതി മലനിരകളാണ്. അപ്പോൾ നെല്ലിയാമ്പതി പോകണമെങ്കിൽ അത് ചുറ്റിക്കറങ്ങി വരുന്നത് അവിടെ ഇവിടെയൊക്കെ വ്യൂ പോയിന്റുകളുണ്ട്. കൊല്ലങ്കോടിലെ മനോഹരമായ കാഴ്ച കാണാനുള്ള സ്ഥലങ്ങൾക്ക് നെല്ലിയാമ്പതിയിലുണ്ട്. നമ്മൾ നെല്ലിയാമ്പതി ഇന്ന് പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൊല്ലങ്കോടിൻ്റെ ഈ കാഴ്ചകൾ ആസ്വദിക്കുക. ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് നമ്മളെ ചെല്ലജന്റെ ചായക്കട. ഇവിടെ നിന്ന് പോകാൻ എന്താ കൊല്ലങ്കോട് വന്നിട്ട് കാര്യം ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിട്ടോ. ഇവിടെ ഞങ്ങൾ ഒരു ചായ കുടിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ട് ചായ, പരിപ്പുവട, ഉഴുന്നുവട. ഇവിടുത്തെ പരിപ്പുവട നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകത വെച്ചാൽ കുറേ ഡോഗ്സ് ഉണ്ടാവട്ടോ ഇവിടെ. നമ്മളെ അടുത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കട്ടെ. ഇവര്
ഡോഗ്സിനെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ അവൻ പോസ് ചെയ്തു. ഒരു പരിപ്പോടെ കൊടുത്തിട്ട് നന്ദിയുണ്ടോ കാണിക്കുന്നത്. ഒരു പരിപ്പോടെ കഷ്ണം കൊടുത്തപ്പോൾ അവൻ വാലാട്ടി തന്നത്. നല്ല നന്ദിയുള്ള വർഗ്ഗമാണ് ഈ നായകൾ കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ വേരുകളിൽ തൂങ്ങുന്ന കുറേ അരയാലുകൾ, അതിനുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഇവിടെ. ഇതൊരു മനോഹരമായ കാഴ്ച, കൊല്ലങ്കോടിനെ വേറിട്ട് നിർത്തുന്ന കാഴ്ച. ഇവിടെ നമ്മൾ കുഞ്ഞിരാമായണം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ പെരിങ്ങോട്ടുശ്ശേരി കളാണ് അടുത്തത്. ഈ കളത്തിൻ്റെ സൈഡിൽ കുറേ വയലുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം അതും കൊയ്യാനായി കിടക്കുന്നത്, ചെന്ന് കൊയ്ത് ഉഴുത് പറിച്ചിട്ട് കിടക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ സെൽഫികളൊക്കെ എടുത്തെങ്കിൽ അപ്പോഴേക്ക് 6 മണി ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. പിന്നെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണേണ്ടത് നെല്ലിയാമ്പതി മലനിരകളാണ് ഇതും കൊല്ലങ്കോടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സെൽഫിയൊക്കെ എടുത്ത് ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കൊല്ലങ്കോട് ട്രിപ്പിൽ ഇത്ര സ്ഥലം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അടുത്ത പോരുന്ന വഴിയിൽ നമ്മളൊരു പാടത്തിൻ്റെ പക്കത്ത് കൊല്ലങ്കോട് പോണ വഴി എവിടെ ഇരുന്നാലും നല്ല ഫ്രെയിമാട്ടോ. അടിപൊളി നല്ല പ്രകൃതി, നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നെൽവയലുകൾ അവിടെ എത്ര മഞ്ഞായിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് പച്ചപ്പില്ല. എങ്കിലും എന്താ രസമല്ലേ, ഗോൾഡൻ കളറിന് അടിപൊളി അടിപൊളി. ഞങ്ങളിവിടെ വെറുതെ നിർത്തിയാട്ടോ. ഇവിടെ നിർത്തിക്കുക, ഇവിടെ ഇരിക്കണം.